ഒരുപറ്റം ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച സൗഹൃദ കൂട്ടായ്മ സ്ഥലവും വീടുമില്ലാത്ത 3 കുടുംബങ്ങൾക്ക് സ്ഥലം നൽകി സമൂഹത്തോട് അവരെ ചേർത്തു നിർത്തി. ഇനിയും ഇവർക്ക് വീട് വേണം. നാടിന്റെ വേദനകൾ അറിഞ്ഞ് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച സൗഹൃദ കൂട്ടായ്മ ഇതിനോടകം തന്നെ നിരവധി സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു. രോഗികൾക്ക് സഹായം, വിവാഹം നടത്താൻ ബുദ്ധിമുട്ടിയ കുടുംബങ്ങളെ സഹായിക്കൽ, വിദ്യാഭ്യാസ സഹായ വിതരണം തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ സൗഹൃദ കൂട്ടായ്മ ഇതിനോടകം ഏറ്റെടുത്ത് നടപ്പിലാക്കി. ഷാജി, ജിബു, ഐസക്, അജോയ് തുടങ്ങി ഒരുപറ്റം നന്മയുള്ള മനസ്സിന്റെ ഉടമകളായ സുഹൃത്തുക്കളാണ് ആനിക്കാടിന്റെ നന്മ മരങ്ങളായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവരോടൊപ്പം നാട്ടിലെ 25 സുഹൃത്തുക്കളുമുണ്ട്. അതിനായി സമൂഹത്തിന്റെ കരുതൽ ആവശ്യമാണെന്ന് പത്തനംതിട്ട ആനിക്കാട് സൗഹൃദ കൂട്ടായ്മയിലെ ഷാജിയും ജിബുവും പറഞ്ഞു. തീരുമാനിച്ചു, ഈ ഭവനമില്ലാത്ത വസ്തുവില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയിട്ട് ഞങ്ങൾ 3 കുടുംബങ്ങൾക്ക് 5 സെന്റ് വസ്തു വീതം മേടിക്കുവാനായിട്ട് എല്ലാവരും 25ഓളം വരുന്ന സുഹൃത്തുക്കളാണ്. വിദേശത്ത് ജോലിയുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. എല്ലാവരുടെയും അയച്ച് നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു. 3 കുടുംബങ്ങളുടെ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. ഏറ്റവും സന്തോഷിക്കുന്നു. അവർക്കിനിയും എത്രയും പെട്ടെന്ന് ഒരു ഭവനമുണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ലക്ഷ്യം. ഞങ്ങൾ മുഖേനയും അതിനെ പരിശ്രമിക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും അതിനകത്ത് സഹായം ചെയ്യാൻ പറ്റുന്നവരൊക്കെ, ഈ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ ഇതിനകത്ത് സഹായം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതിനകത്ത് സഹായിക്കണം. എൻ്റെ ഒരു ബന്ധുവും അവർക്ക് വർഷങ്ങളോളമായി അവർക്ക് വീടില്ലാതിരിക്കുകയായിരുന്നു. വാടകയ്ക്ക് വീട് പല വീടുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ കോഴിമണ്ണിലെ ജിമ്മിച്ചാനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. ജിമ്മിച്ച ഇതുപോലെ ഇവർക്കൊരു വീട് വെക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചു. അവർ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. ബിജീഷ് തങ്കമണി കുടുംബത്തിനും ബേബി ഗീത കുടുംബത്തിനും രമ്യ മോഹനന്റെ കുടുംബത്തിനുമാണ് സൗഹൃദ കൂട്ടായ്മ ഭൂമി വാങ്ങി നൽകിയത്. ഇനി വീട് വെക്കാൻ 30 ലക്ഷം രൂപയാണ് ആവശ്യം. ഇതിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കൂട്ടുകാർ. സൗഹൃദ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ ഈ വാർത്തയുടെ ഒടുവിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.